ഹലോ ഗൈസ്, സാറ്റർഡേ ആയിട്ട് എന്താ പരിപാടി? ഞാൻ നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. എനിക്ക് ജോലിയില്ലെങ്കിലും ജോലിക്ക് പോകണ ഒന്ന് രണ്ട് പേര് വേറെ ഇവിടെ ഉണ്ടേ. പാവങ്ങളെ രാവിലെ തന്നെ പട്ടിണിക്കിടണ്ടാന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഗോതമ്പ് കൂട്ടും ഗ്രീൻ പീസ് കറിയാണേ. ഈ ഗോതമ്പ് കൂട്ട് എന്ന് പറഞ്ഞ സാധനം നാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും തീരെ താല്പര്യമില്ലായിരുന്നു. കൈ കൊണ്ട് തൊടാറേ ഇല്ല. പക്ഷെ ഇപ്പം എന്തോ റീസെൻ്റ് ആയിട്ട് ഇതിനോട് ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പുട്ടെന്ന് പറയുന്നത് ഒരു എളുപ്പപ്പണിയാണല്ലോ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മിച്ചുക്കുട്ടൻ എണീറ്റ് വന്നു. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഇവനൊന്ന് എണീപ്പിക്കണമെങ്കിൽ ഞാനൊരു 10 വട്ടം പോയി ഒച്ചിടണം. അടുത്തുള്ള എല്ലാവരുടെയും ഉറക്കം പോവും. പക്ഷെ സ്കൂളില്ലെങ്കിൽ ആൾ നേരത്തെ തന്നെ എണീറ്റ് വരും. എന്താ ചെയ്യുക, എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെയാണല്ലേ. അങ്ങനെ അവനെ ഒന്ന് കൊഞ്ചിച്ച് ബ്രഷ് ചെയ്യാൻ വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ജോലികൾ തുടർന്നു. ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് വെന്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചു. ഇനി അത് വെന്ത് വന്നു കഴിഞ്ഞാൽ വേഗം റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും ബ്രഷ് ചെയ്യാൻ വിട്ടാൽ അതുപോലെ തന്നെ തിരിച്ചു വന്നേക്കാം. എല്ലാവരും കിടന്നുറങ്ങാണല്ലോ, ഞാൻ പോയി അവരെയൊക്കെ വിളിച്ചെണീപ്പിക്കട്ടേന്ന് ചോദിച്ചിട്ട്. സമയമാവാണ്ട് അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാലിരിക്കണം നീ കേൾക്കുന്നു പറഞ്ഞ് ഓടിപ്പോയി ബ്രഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആൾ ചോദിക്കുക ബ്രഷ് ചെയ്താൽ എനിക്ക് എന്ത് തരുന്നത്, എന്തെങ്കിലുമൊക്കെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ഡീല് വെച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ റെഡിയായി വന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും പാനിലേക്ക് ഇട്ടിട്ട് അതൊക്കെ റെഡിയാക്കി എടുത്തു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ വെന്ത് വന്നിട്ടുള്ള ഗ്രീൻ പീസ് അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ചെറുതായിട്ട് ഉപ്പ് കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ അങ്ങോട്ട് അരച്ച് ചേർത്തു. പിന്നെ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ സമയം കളയണ്ട, ഫുഡ് അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഒരു കട്ടൻ ചായയും കൂടി ഇട്ടു കേട്ടോ. ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചായ ഒന്നിട്ട് കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം കിട്ടാറില്ല. റെഡി ആവുന്നതിൻ്റെ ഇടയിലായിരിക്കും ഞാൻ ചിലപ്പോൾ കഴിക്കുക, ചില ദിവസം കഴിക്കാറില്ല. അങ്ങനെ പുട്ടും ഗ്രീൻ പീസ് കറിയും കട്ടൻ ചായയൊക്കെ ഇട്ട് ഞാൻ റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ബൈ.